കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി തൊഴിലാളികൾ പണിമുടക്കുന്നു. സർവീസിനുള്ള പാസ് പുതുക്കി നൽകാത്തതിലും അനധികൃതമായി ചിലർക്ക് പാസ് നൽകിയതിലും പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ദിവസങ്ങളിലായി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ ടാക്സി സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. 35 വർഷത്തിലധികമായി 25 തൊഴിലാളികൾ ഇവിടെ ടാക്സി സർവീസ് നടത്തുന്നുണ്ട്. 6 മാസത്തിലൊരിക്കൽ പാസ് പുതുക്കി നൽകിയാണ് ഈ സർവീസ് നടത്തുന്നത്. എല്ലാ 6 മാസം കൂടുമ്പോഴാണ് ഈ DD എടുത്തിട്ട് റെയിൽവേയിൽ അടച്ചിട്ടാണ് ഞങ്ങൾ ഓടുന്നത്. സദൺ റെയിൽവേൻ്റെ പേരിൽ ആ DD ബാങ്കിനെടുത്ത് അടച്ചിട്ട് ഡെപ്യൂട്ടി സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തെയാണ് ഇത് ഏൽപ്പിക്കാറ്. അങ്ങനെയാണ് ഈ പാസ് ചാർജ് ചെയ്തത്. അതാണ് ഈ 10, 25, 30 വർഷത്തോളമായിട്ട് പോരുന്ന സമ്പ്രദായം. 2024 ഡിസംബർ 31 അവസാനിച്ച പാസിന്റെ കാലാവധി പുതുക്കാൻ റെയിൽവേ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. പകരം പുറത്തുള്ള 2 ടാക്സി ഡ്രൈവർമാർക്ക് യോഗ്യതയില്ലാതെ പാസ് നൽകിയെന്ന ആരോപണമാണ് ഉയരുന്നത്. ഈ DD സ്വീകരിച്ചിട്ട് 6 മാസത്തേക്ക് തരുന്നതാണ്. ആ 6 മാസത്തേക്ക് ഞങ്ങളെ ആക്കണം. 25 തൊഴിലാളികളെ ഇവിടെ സ്ഥിരപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അനധികൃതമായിട്ട് വരുന്ന ടാക്സികളെ ഒരു കാരണവശാലും റെയിൽവേയിൽ അംഗീകരിക്കുന്നതെന്ന് ഈ ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി വിനീതപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുക. ഇത് സമരമാർഗമല്ല, ഞങ്ങൾ ജീവിത പ്രയാസമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. റെയിൽവേ അധികൃതരുടെ ഈ സമീപനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ടാക്സി ഡ്രൈവർമാർ പ്രതിഷേധം ആരംഭിച്ചത്. യാത്രികർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധമാണ് പ്രതിഷേധമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.